منكم لا تحسبوه شرا لكم لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. صدق الله العلي العظيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദായ ഫള് കൊണ്ട് അല്ലാഹു ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും നന്മ വർദ്ധിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തിരുമാറാകട്ടെ. ലിആൻ എന്ന ശറഇന്റെ വിധി അതെന്താണ്, അത് എങ്ങനെയാണ്, അത് ചെയ്താൽ എന്തൊക്കെയാണ് വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്നത്, അത് ജായിസാകുന്നത് എപ്പോഴാണത് അനുവദിക്കപ്പെടാത്തത് എന്നൊക്കെ അല്ലാഹുവിന്റെ മഹ്ദായ ഫള് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഈ സൂറയിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഉമ്മയും മുഅ്മിനീങ്ങളുടെ മാതാവുമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം 40 വർഷത്തോളം ദീനിന്റെ ഖിദ്മത്തിൽ വ്യാപൃതരായ, അവിടത്തെ അല്ലാതെ മറ്റൊരു ഭാര്യയെ കന്യകയായി തങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത, ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും ഹബീബിന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളുമായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹദി റളിയല്ലാഹു അൻഹയെ സഫ്വാൻ ഇബ്നു മുഅത്തിൽ അസ്സുലമി ثم ദഖ്വാനി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെടുത്തി കപടവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൻ നൂറിലെ 11 ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ ഭാര്യയും മുഅ്മിനീങ്ങളുടെ മാതാവുമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവര് പരിശുദ്ധയാണെന്ന് അല്ലാഹു അവതരിപ്പിച്ച ആയത്തുകളാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയത് ഇഫ്കാണ്. അങ്ങനെ ഇഫ്ക് ചെയ്യുന്ന ആളുകൾ ഖദ്ഫിന്റെ ശിക്ഷ വിധിക്കപ്പെടേണ്ടവരാണ്. കപടവിശ്വാസികളുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവുമായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അങ്ങനെ ഒരു വ്യഭിചാര ആരോപണം അതാരും കണ്ടിട്ടില്ല, ലിആനിന് പോലും പാടില്ലാത്ത, സാധ്യതയില്ലാത്ത ഒരു സംഭവം. ഖദ്ഫ്, പതിവ്രതകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക. ഇത് ശത്രുക്കൾ ഹബീബായ നബി തങ്ങളെ തളർത്താൻ വേണ്ടി ചെയ്ത പണിയാണ്. ഹിജ്റ എന്ന് പറയുന്ന മഹത്തായ കർമ്മം മക്കയിലെ 13 വർഷത്തെ നുബുവത്തിന് ശേഷമുള്ള 13 വർഷത്തെ ജീവിതത്തിൽ ഹബീബായ തങ്ങൾ സഹിച്ച ഒരുപാട് ത്യാഗം. അത് കഴിഞ്ഞ് നബി മക്ക വിട്ട് മദീനത്തേക്ക് തങ്ങൾ വീട് മാറുകയാണ്. അപ്പോൾ തങ്ങളുടെ വീട് വളഞ്ഞ് തങ്ങളെ വധിക്കാൻ 7 തറവാട്ടിലെ 7 ചെറുപ്പക്കാരെ ഒരുമിച്ച് നിർത്തി തങ്ങൾക്ക് മീതെ എല്ലാവരും ഒരുമിച്ച് ചാടി ഇറങ്ങി തങ്ങളെ വധിക്കണമെന്ന് തീരുമാനിച്ച സന്ദർഭം. അത് നടന്നില്ല. ഒരു പിടി മണ്ണ് വാരി അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് എറിഞ്ഞപ്പോ എല്ലാവരുടെയും കണ്ണിലായി. തങ്ങളെ വധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ തങ്ങൾക്ക് വേണ്ടി സിഹർ ചെയ്തു. പരിശുദ്ധ സൂറയിലെ സൂറത്തുൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 2 സൂറത്തുകളും അവതരിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ സിഹർ ചെയ്ത സന്ദർഭത്തിലാണെന്ന് മുഫസ്സിരീങ്ങൾ ഏകകണ്ഠേന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടും വിജയിച്ചില്ല. അങ്ങനെ വന്നാൽ
ഹബീബായ നബി തങ്ങളുടെ പേഴ്സണാലിറ്റിയെ, അവരുടെ അഭിമാനത്തെ ക്ഷതം വരുത്താൻ പരിശ്രമിക്കുകയാണ്. ഏതൊരു മനുഷ്യനെയും തകർക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്ന രണ്ട് രീതികളുണ്ട്. ഏതൊരു മനുഷ്യനെയും അപമാനിക്കുവാൻ ഈ രീതികൾ സാർവത്രികമായി ആളുകൾ പ്രയോഗിക്കുന്നത് കാണാം. രണ്ട് വിഷയങ്ങൾ ആരോപിക്കപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ അഭിമാനം തകർക്കാൻ കഴിയും. അതിലൊന്ന് സമ്പത്തുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. എന്തെങ്കിലും അപഹരിച്ചെന്നോ മോഷണം ചെയ്തെന്നോ അല്ലെങ്കിൽ ധൂർത്തടിച്ചെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു കറപ്ഷൻ നടത്തിയെന്നോ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ അത് ബാധിക്കും. സമ്പത്തിനെ ബന്ധപ്പെടുത്തി ആരോപിക്കുക. മറ്റൊന്ന് ചാരിത്രത്തെ ബന്ധപ്പെടുത്തി ഒരു പെണ്ണിൽ ആരോപിക്കുക. ഒരു മനുഷ്യനെ വ്യഭിചാര ആരോപണം ചെയ്യുക, സാമ്പത്തികമായ ക്രമക്കേടുകളുണ്ട് എന്ന് ആക്ഷേപിക്കുക. ഇത് ചരിത്രാതീത കാലം മുതൽ ശാസ്ത്രവത്തിന്റെ ഭാഗമായി ശത്രുക്കൾ ചെയ്യുന്ന രീതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധത അൽ അമീനാണ്, സ്വാദിഖുൽ മസ്ദൂഖാൻ. അങ്ങനത്തെ ഹബീബിനെ ഒരു മോഷണം കൊണ്ട് അവർക്ക് ആരോപിക്കാൻ ഇനി കഴിയില്ല, അത് വിലപ്പോവില്ല. ഹബീബായ തങ്ങളെ ബന്ധപ്പെടുത്തി ഒരു വ്യഭിചാര ആരോപണം ഉന്നയിക്കുക, അതും വിജയിക്കില്ലെന്നവർക്കറിയാം. എങ്കിൽ പിന്നെ അവിടുത്തെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരാളെ വെച്ച് തങ്ങളെ അപമാനിക്കാം. ഇതിന് വേണ്ടിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഇങ്ങനെ ഒരു അപവാദത്തിന് തിരികൊളുത്തുന്നത്. മദീനയിലേക്ക് തങ്ങൾ വരുന്ന ദിവസം മദീനക്കാരായ ആളുകൾ ഈ മനുഷ്യനെ, അല്ലാഹു ഈ ആയത്തിൽ തന്നെ വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, തന്റെ അഹങ്കാരം പുറത്തെടുത്ത് അഹങ്കാരത്തോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിനെ വിഷമിപ്പിക്കാൻ വന്ന ഈ മനുഷ്യന് അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ അല്ലാഹു കൊടുക്കുന്നുവെന്ന് പറഞ്ഞത് ഫി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മനുഷ്യനെ സംബന്ധിച്ചാണ്. തങ്ങൾ ഹിജറ കഴിഞ്ഞ് വരുന്ന ദിവസം മദീനക്കാർ അദ്ദേഹത്തെ മദീനയുടെ രാജാവായി അവരോധിക്കാൻ പോകുന്ന ദിവസമായിരുന്നു. അദ്ദേഹം മദീനയുടെ രാജാവാകാൻ പോകാൻ, അങ്ങനെ ഒരു രാജഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന സംഭവങ്ങൾ നടന്നത് തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോഴാണ്. കാരണം അന്നൊന്നും ഡേറ്റ് നിശ്ചയിച്ചാൽ ഇന്ന ദിവസം തങ്ങൾ എന്നെത്തും അറിയില്ലല്ലോ. ഹിജറ കഴിഞ്ഞ് വരില്ലേ, തങ്ങൾ എന്നെത്തും അറിയില്ല. ഇയാൾക്ക് കിരീടം വെക്കാൻ വേണ്ടി വിചാരിച്ച ദിവസത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാവരും ചേർന്ന് സ്വീകരിക്കാൻ ഇയാൾക്ക് തീരെ പിടിച്ചില്ല. അവിടെ മുതലാണ് ഇയാൾ മുനാഫിഖായി മാറാൻ പോകുന്നത്. ഞാൻ രാജാവാകേണ്ട എന്റെ സ്ഥാനത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ പ്രതിഷ്ഠിച്ചുവല്ലോ, എനിക്ക് കിട്ടേണ്ട മഹത്വവും എനിക്ക് കിട്ടേണ്ട പ്രിവിലേജും നഷ്ടപ്പെട്ട് അത് ഇന്നു മുതൽ മുഹമ്മദ് നബി തങ്ങൾക്കാണ്, ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. അങ്ങനെയാണ് അന്ന് മുതലാണ് ഇയാൾ റഈസുൽ മുനാഫിഖീൻ എന്ന പദവിയിലേക്ക് ഉയരുന്നത്, അധപ്പതിക്കുന്നത്, മുനാഫിക്കുകളുടെ നേതാവ്. ഹബീബായ നബി തങ്ങളുടെ കുടുംബം എത്ര പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സൂറയാണിത്. പ്രത്യേകിച്ച് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പത്തിൽ തങ്ങൾ കല്യാണം കഴിച്ച മഹദിയാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ മുഖേന നിരപരാധിത്വം തെളിയിച്ച മഹദിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തങ്ങളുമായിട്ടൊരു കുടുംബ ബന്ധം വേണമെന്ന് സിദ്ദീഖ് തങ്ങൾ കൊതിച്ചതാണ്. ഹിജറന്റെ മുമ്പ് തന്നെ ഖിത്ബത്തൊക്കെ നടന്നു, കല്യാണ ആലോചനകൾ നടന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. പക്ഷെ അവര് ഒരുമിച്ച് ജീവിക്കുന്നത് മദീനയിലെത്തിയതിന്റെ ശേഷമാണ്. തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എത്രയാ വയസ്സ്? 18-19 വയസ്സിന്റെ ഇടയിലാണ് തങ്ങൾ വഫാത്താകുമ്പോ. അവിടുന്ന് പിന്നെ 40 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. സുഹാബികളിൽ മഹാന്മാരായ സുഹാബികൾ, താബിഈകളിൽ 400ഓളം ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരാണ്. ഹിജാബിന്റെ മറവിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന അഹ്കാമുകൾ, ഏറ്റവും വലിയ ഫിഖ്ഹ് പണ്ഡിത മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ്.
ഒരുപാട് അസ്റാറുകൾ അള്ളാഹുവിനുണ്ട്. എന്തിനാണ് അവരെ അള്ളാഹു തആല കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? തങ്ങളുടെ ജീവിതം ഇത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ, തങ്ങളുടെ കുടുംബ ജീവിതം എന്താണ്, ഫിഖഹിന്റെ അഹ്കാമുകൾ എന്തൊക്കെയാണ്, ഇത് തങ്ങളുടെ കുടുംബത്തിന്റെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന മസലകൾ ലോകത്തിന് പറഞ്ഞു തന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് മാറ്റിവെച്ചാൽ ദീനിന്റെ നിയമങ്ങളിൽ 4/1 നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉലമാ പറയുന്നു. അത്രയും വലിയ മഹദിയ. അങ്ങനെ ഒരു കഴിവ് മഹദിക്ക് ലഭിക്കുന്നത് ചെറുപ്രായത്തിലെ നബി തങ്ങളുടെ കൂടെ വന്നതിന്റെ പേരിലാണ്. വളരെ ചെറുപ്പത്തിലെ 9 വയസ്സുള്ളപ്പോൾ തങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഏറ്റവും നല്ല ബുദ്ധികൂർമ്മതയുള്ള സമയമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സാധാരണ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് ശരീരം വളർന്നവർ, പ്രായത്തിനേക്കാളും കൂടുതൽ ശരീര വലുപ്പം ഉണ്ടായിരുന്നവർ ആയിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് അവരുടെ ഖുസൂസിയാത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അറിയാം. വിഷയങ്ങൾ വളരെ കണിശമായിട്ട് പറയും. ആയിഷ റളിയല്ലാഹു ഫഖീഹത്താണ്, വലിയ ഫിഖ് പണ്ഡിതയാണ്. മസ്അലകൾ ഇസ്തിംബാത്ത് ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ആയിഷ ബീവിയുടെ. അങ്ങനത്തെ ഒരു മഹദി അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാർ വഫാത്താകുന്ന നേരത്ത് പറഞ്ഞില്ലേ അവിടുത്തെ പെണ്ണുങ്ങളോട്, ഭാര്യമാരോട്, നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ, എനിക്ക് ആയിഷ ബീവിയുടെ ഹുജറത്തിൽ അവിടെ കിടന്ന് വഫാത്താകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും പറഞ്ഞു നബിയെ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സമ്മതമാണ്. അങ്ങനെയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് റഫീഖുൽ അഅലയിലേക്ക് ഹബീബായ നബി തങ്ങൾ പോകുന്നത്. അങ്ങനത്തെ ഭാഗ്യം ലഭിച്ച ഒരു മഹദി. സുബ്ഹാനല്ലാഹ്. വ്യഭിചാര ആരോപണം നടക്കുന്നു. എന്ത് ചെയ്തു ഹബീബായ തങ്ങൾ? ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെ പ്രതികരിച്ചു? ഭാര്യ, കുടുംബം ഇതിനെ എങ്ങനെ പ്രതികരിച്ചു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിലപാടുകൾ സ്വീകരിച്ചു? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട മസ്അലകളാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ഇതൊരു ശർറാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ, ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇത് നിങ്ങൾക്ക് ഖൈറാണ്. എന്താണ് ഖൈർ? അല്ലാഹു ഒരുപാട് മസ്അലകൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء لولا جاءوا عليه بأربعة شهداء فإن لم يأتوا بالشهداء فأولئك عند الله هم الكاذبون إن الذين جاءوا بالإفك പച്ചക്കള്ളം കൊണ്ടുവന്നവർ ഉസ്ബത്തും മിൻകും നിങ്ങളിൽ പെട്ട ഒരു വിഭാഗം തന്നെയാണ്. മുസ്ലിമീങ്ങൾ എന്ന് അറിയപ്പെടുന്നവരിൽ ഒരു സംഘം തന്നെയാണ്. മുനാഫിക്കുകളായിരുന്നു, പക്ഷെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാ പറയപ്പെടുക. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, പച്ചക്കള്ളം പറഞ്ഞവർ. എന്താണ് പറഞ്ഞത് എന്ന് അല്ലാഹു തആല വിശദീകരിച്ചില്ല. ഖിയാമത്ത് നാൾ വരെ അതാരും പാരായണം ചെയ്യണ്ട, അല്ലേ? അങ്ങനെ ഒരു വിഷയം അല്ലാഹു ചർച്ച ചെയ്തില്ലേ? ഇല്ല. ഒരൊറ്റ വാക്ക് ഇഫ്ക്. ഇഫ്ക് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരാൾ പറഞ്ഞുണ്ടാക്കുന്ന കെദിബിനാണ് ഇഫ്ക് എന്ന് പറയാം. ഏതൊരു കാര്യത്തിനും ദഹ്നിയായ ഒരു തസ്ദീഖ് ഉണ്ടാകും, അതിന് മന്തിഖിയായ ഒരു തസ്ദീഖ് ഉണ്ടാകും. ഇതിൽ
കലാമിയായ ഒരു തസ്ദീഖ്. 3 വിഷയങ്ങൾ. ഒരു വിഷയം ഞാൻ പറയാൻ, ഇന്നാലിന്ന ആള് നല്ല ആളാണ്, അത് ദിഹ്നിയായ ഒരു തസ്ദീഖാണ്. ഇന്നാലിന്ന ആൾ നല്ല ആളാണെന്ന് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ അത് കലാമിയായ ഒരു തസ്ദീഖാണ്. നിങ്ങൾ അതിനെ പറഞ്ഞുകൊണ്ട് അതിനെ സ്ഥിരീകരിച്ചു. നിങ്ങളും പറഞ്ഞു നല്ല ആളാണ്, പക്ഷെ നോക്കുമ്പോ ആള് നല്ല ആളല്ല. അപ്പൊ അതിന്റെ ഹഖീഖത്ത് യോജിച്ചില്ല പറഞ്ഞതിനോട്. ഇത് കദിബാണ്, ഇത് നുണയാണ്. ആ പറഞ്ഞത് മനഃപൂർവം കരുതിക്കൂട്ടി പറഞ്ഞതാണെങ്കിൽ നുണ എന്ന് പറഞ്ഞതിനേക്കാളും അതീവ ഗുരുതരമാണ് അതിന്റെ പേര് ഇഫ്ക് എന്നാണ്, പച്ചക്കള്ളം. അങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞവർ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചു പറഞ്ഞവർ, ഉസ്ബത്തും മിൻകും, നിങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങളെന്ന് പറയപ്പെടുന്നവരിൽ ഒരു സംഘം തന്നെയാണ്. ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിനാണ് ഉസ്ബ എന്ന് പറയാം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്കാണ് ഉസ്ബ എന്ന് പറയാം. അല്ലെങ്കിൽ ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ, ഒരു ക്രൗഡ്. ഉസ്ബ എന്ന് പറഞ്ഞതല്ല, ശരിക്കും വളരെ സിസ്റ്റമാറ്റിക്കലി ഇന്ന ഒരു വിഷയം ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഒരുങ്ങിത്തിരിച്ചവർ, അല്ലാഹുവിന്റെ റസൂലിനെ മാനം കെടുത്തണം എന്ന് ഒരുങ്ങിത്തിരിച്ച ആളുകൾ, അങ്ങനത്തെ ഒരാളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെ. അതിൽ മുനാഫിക്കുകളുടെ നേതാവുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോ ചില സ്വഹാബികൾ അത് ഏറ്റുപറഞ്ഞുപോയി. വിശ്വസിച്ചത് കൊണ്ടല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുപോയി. അതിൽ പെട്ടിട്ടുണ്ട് മിസ്തഹ് ബിൻ ഉസാഫ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ ഭാര്യ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ പെങ്ങൾ ഹംന എന്ന് പറഞ്ഞവർ ഇതിൽ പെട്ടുപോയി. റളിയല്ലാഹു അൻഹയാണ്, സഹാബിയത്താണ്. അതിൽ പെട്ടുപോയിട്ടുണ്ട് ഹബീബിന്റെ പാട്ടുകാരനായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഏറ്റുപറഞ്ഞതല്ല, ഒരൽപ്പം അങ്ങനെയൊക്കെ നടന്നോ എന്ന ആ ഒരു വാക്ക് ഏറ്റുപറഞ്ഞു. വിശ്വസിച്ചു എന്നല്ല അതിനർത്ഥം. അങ്ങല്ല, അവരത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന വാക്ക് ഏറ്റുപറഞ്ഞു പോയി. അതുപോലും പറയാൻ പാടില്ല. ഇന്നാളിന്നത് പറഞ്ഞു, നിങ്ങളത് പറയണ്ട. അതിന്റെ പേരിൽ ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയ്ക്ക് ശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. മിസ്തഹ് ബിൻ ഉസാഫ് റളിയല്ലാഹു അൻഹുവിന് ശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും പറഞ്ഞവരല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയെക്കുറിച്ച് അവരാരും അത് വിശ്വസിക്കുക പോലുമില്ല. പക്ഷേ പറഞ്ഞുപോയി. ഇവിടെയാണ് നമ്മൾ ഗൗരവം മനസ്സിലാക്കി. എന്താണ് നമ്മൾ മനുഷ്യന്മാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, എന്താണ് ഇസ്ലാമിന്റെ സമൂഹത്തിന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മഹത്വം, എന്താണ് നമ്മുടെ അഭിമാനത്തിന്റെ വില എന്ന് നമുക്കറിയാത്ത വില അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാവും ഈ സംഭവങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ. പറഞ്ഞു പോവരുത്. ഇത് നിങ്ങൾക്കൊരു വിപത്താണ് എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ഇത് നിങ്ങൾക്ക് വിപത്തല്ല, ഇത് നിങ്ങൾക്ക് ഷർറല്ല. പടച്ചോനെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഷർറല്ലെന്നോ, ഇതിൽ ഖൈറുണ്ട്. ഇതിനെ തുടർന്ന് എത്രയോ മസ്അലകൾ അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുവല്ലോ. ഇങ്ങനെ സംഭവം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന അതിന്റെ അച്ചടക്കം, അതിന്റെ ഡിസിപ്ലിൻ അല്ലാഹു പറഞ്ഞു തന്നുവല്ലോ. അങ്ങനെ വന്നപ്പോ ആരാണ് മുനാഫിക്കുകളെന്ന് അല്ലാഹു തീർത്ത് വെളിച്ചത്തിൽ കൊണ്ടുവന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ മുതഹ്ഹറത്തുൻ മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7 ആകാശങ്ങൾക്ക് മീതെ നിന്ന് അവർ ശുദ്ധയാണ് എന്ന് പറയുന്ന ആയത്തുകൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെയുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവനും അഭിമാനിക്കത്തക്ക വിധത്തിൽ ഒരു മഹദിയെ അല്ലാഹു പുകഴ്ത്താൻ 11 ആയത്തുകൾ അല്ലാഹു സൂറത്തുൻ നൂറിൽ അവതരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ഖൈറല്ലേ? لكل امرئ منهم ما اكتسب من الاثم, നിങ്ങളിൽ ഓരോരുത്തർക്കും ആരൊക്കെയാണോ ഈ കുറ്റം ചെയ്തിട്ടുള്ളത് അവർക്കൊക്കെ അർഹമായ ശിക്ഷ, കുറ്റം, പാപം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. لكل امرئ منهم ما اكتسب من الاثم. ഇക്തസബ, കസബ എന്ന 2 വാക്കുകൾ അല്ലാഹു പ്രയോഗിക്കും. അല്ലേ? ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്.
കസബ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്ബി ചെയ്യുക, നമ്മൾ അധ്വാനിക്കുക, അതിനാണ് കസബ. ഇക്തസബ എന്ന് പറഞ്ഞാലും അധ്വാനിക്കുന്നതാണ്, പക്ഷേ അതിൽ നമ്മളായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പണി ഉണ്ടാവും, അപ്പോഴാ ഇക്തസബ. ഇഫ്തഅല എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം ഇക്തസബ, ആ പ്രയോഗം നമ്മൾ കരുതിക്കൂട്ടി നമ്മൾക്ക് വിഷമത്തോടുകൂടെ ചെയ്യുന്ന സംഗതിയാ ഇക്തസബ. ഇതിന് മുഫസ്സിരീങ്ങൾ പറയുന്നൊരു അർത്ഥം മുഅ്മിനീങ്ങളെ, കസബ എന്ന് പറഞ്ഞാൽ നമ്മൾ കസബ നന്മ ചെയ്യുന്നതിനെ കസബ എന്ന് പറയാം. ഇക്തസബ എന്ന് പറയുന്നതൊക്കെ തിന്മക്ക പറയാം. ലഹാ മാ കസബത്, ഓരോ ശരീരം ചെയ്യുന്ന നന്മകൾ ആ ശരീരത്തിന് തന്നെയാണ് അതിന്റെ ഗുണം. വഅലൈഹാ മക്തസബത്, അത് ചെയ്യുന്ന തിന്മയും അതിന് തന്നെയാണ്. പരിഭാഷ വായിക്കുമ്പോൾ ഈ രണ്ട് വ്യത്യാസം മനസ്സിലാവില്ല. എന്താ കസബ, എന്താ ഇക്തസബ? രണ്ടും കസബയുടെ ധാതു തന്നെയാണ്. കസബ എന്ന് പറഞ്ഞ് ചെയ്തു, നന്മ ചെയ്തു. ഇക്തസബ എന്ന് പറഞ്ഞാൽ ചെയ്തു, തിന്മ. ആ ചെയ്തു എന്ന് പറയുന്ന ഇക്ത, ആ ഒരു താ കയറി കൂടിയില്ലേ, ഇഫ്തഅല എന്ന വസനാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമല്ല അത്, അതിനെതിരായിട്ട് നമ്മൾ ചെയ്യാണ്, അതാണ് പാപങ്ങളെന്നാണ്. നന്മ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന്റെ ഫിത്രത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒരു നന്മ ചെയ്യാൻ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ, ഇല്ല. തിന്മ ചെയ്യുമ്പോൾ ബേജാറുണ്ട്, അത് ഇക്തസബയാണ്, നമ്മുടെ ശരീരത്തിന്റെ എതിരാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം അത് ഇഷ്ടം. പൂച്ചകൾക്ക് പോലും മൃഗങ്ങൾക്ക് പോലും കസബയും ഇക്തസബയും ഉണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയും. ഒരു പൂച്ചയ്ക്ക് നിങ്ങൾ ഒരു ഇറച്ചി കഷ്ണം തിന്നാൻ കൊടുത്താൽ ആ പൂച്ച നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ടാ തിന്നണത്, ഒരു പേടി മൂപ്പർക്കില്ല, ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് നമ്മൾ വാങ്ങിവെച്ച ഇറച്ചി മൂപ്പര് കട്ടുകൊണ്ടേ തിന്നുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണാതെ ദൂരെ പോയി മറിഞ്ഞിട്ടാ തിന്ന. പൂച്ചക്കറിയാം ഞാൻ ഈ ചെയ്യുന്നത് ഇക്തസബയാണ്, ഇതെന്റെ ഫിത്രത്തിനെതിരാണ്, ഞാൻ എന്തോ ഒരു കള്ളക്കളിയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ ഫിത്ര, മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതം നന്മ ചെയ്യാൻ എളുപ്പമായിട്ട് അല്ലാഹു പഠിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഈ ശരീരത്തിന് എതിരാണ്. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് അധ്വാനിച്ചിട്ടേ ആ തെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ സ്വന്തം പെങ്ങളെ നമ്മൾ നോക്കുക, നമ്മുടെ ഉമ്മാനെ നോക്കുക, നമ്മുടെ ഭാര്യയിലേക്ക് നോക്കുക, ഒരു പ്രയാസമില്ല. പക്ഷെ നമുക്ക് കാണാൻ പാടില്ലാത്ത ഒരാൾ, നോക്കാൻ പാടില്ലാത്ത ഒന്നിലേക്ക് നോക്കാൻ, അപ്പൊ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ, എന്തോ ഒരു ബേജാറുണ്ട്. അത് ഇക്തസബയാണ്, ആ ചെയ്ത തെറ്റാ. എന്തേ? നിന്റെ ശരീരത്തിന്റെ ഫിത്രത്ത് പോലും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് പഠിപ്പിക്കാൻ ഒരൊറ്റ താ എന്ന് പറഞ്ഞ അക്ഷരെ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ. ആരൊക്കെയാണോ തിന്മ ചെയ്തത് അതിന്റെയൊക്കെ അർഹിക്കുന്ന ശിക്ഷ ഇവർക്കുണ്ടാവുക തന്നെ ചെയ്യും. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും. ഈ പണി, ഈ ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചവരിൽ അഹങ്കാരം കൊണ്ട് മുമ്പിൽ നടന്നവനുണ്ട്. ലഹും അദാബുൻ അദീം. ഭയാനകമായ ശിക്ഷ ഇയാൾക്കുണ്ട്. ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടപ്പോ സ്വഹാബികളിൽ അത് ഏറ്റു പറഞ്ഞവർക്ക് പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യനെ ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കിയിട്ടില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അയാൾ മുനാഫിഖാണ്, പക്ഷെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ്, അവനെ ശിക്ഷിക്കാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെങ്ങാനും ഇവിടെ ശിക്ഷ നടപ്പാക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ തീരുമാനം അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ അവനുണ്ടെന്ന. ദുനിയാവിൽ ശിക്ഷിച്ചാൽ ഉമ്മത്തി ഉമ്മത്തും മർഹൂമ, പിന്നെ ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാവില്ല. ആഖിറത്തിൽ കിട്ടിക്കോട്ടെ, അവന് ദുനിയാവിൽ വേണ്ട, അവന്റെ ശിക്ഷ ആഖിറത്തിലേക്കാണ്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമുള്ളത് കൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യനെ, മുനാഫിക്കിന്റെ നേതാവിനെ ഇവിടെ ശിക്ഷിക്കാതിരുന്നത്. അയാൾ പറഞ്ഞൊരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഈ പറഞ്ഞത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. മദീനയിലേക്ക് ഞങ്ങൾ മടങ്ങിച്ചെന്നാൽ ഞങ്ങൾ മാന്യന്മാർ അവിടുത്തെ നിന്യന്മാരെ മദീനത്ത് നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വൽമുഅ്മിനീൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മനസ്സിലാക്കിക്കോ, അഭിമാനം അല്ലാഹുവിനും മുഅ്മിനീങ്ങൾക്കും അവന്റെ റസൂലിനുമാണ്, നിനക്കല്ല. അല്ലാഹുവിന്റെ മറുപടി ഒരുപാട്. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫളൂ.
ഇത് പറഞ്ഞതും ഈ ആയത്ത് അവതരിച്ചതും ഈ മനുഷ്യന്റെ വിഷയത്തിലാണ്. അവര് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ആളുകൾക്കും നിങ്ങളൊന്നും കൊടുക്കല്ലേ, അവർക്കൊന്നും സ്വതക്ക ചെയ്യല്ലേ, അവരൊന്നും സഹായിക്കല്ലേ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ആളാണ്. അയാളുടെ പേര് ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും അഹങ്കാരവും നിഫാഖും ഉണ്ടായിരുന്ന ദുഷ്ടനായ മനുഷ്യനാണ്. എന്താണ് സംഗതി എന്ന് പറയട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ സംഭവം പറയുന്നുണ്ട്. كان رسول الله صلى الله عليه وسلم ഹബീബായ നബി തങ്ങൾ ഇദാ അറാദ ഗസ്വതൻ, ഹബീബായ നബി തങ്ങൾ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യാത്ര പോവുകയാണെങ്കിൽ അഖറഅ ബൈന നിസാഇഹി, അവിടുത്തെ പെണ്ണുങ്ങൾക്കിടയിൽ തങ്ങൾ നറുക്കിടും. ആരാ കൂടെ പോരേണ്ടത്? ഒന്നിലേറെ ഭാര്യമാർ തങ്ങൾക്കുണ്ട് അല്ലേ, ആര് പോണം? ഇന്നാലിന്റെ തങ്ങൾ ഏറ്റവും വലിയ നീതി പാലിക്കുന്നവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലം മഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പാലിക്കുക എന്ന് ദേഷ്യത്തോടുകൂടെ തങ്ങൾ ഒരു അറാബിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോഴാ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പാലിക്കുക? തങ്ങൾ നറുക്കിടും. ബനൂ മുസ്തലിഖ് യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ബനൂ മുസ്തലിഖ് യുദ്ധത്തിന് പോകുമ്പോൾ നറുക്കിട്ടു. നറുക്ക് വീണത് ആയിഷ റളിയല്ലാഹു അൻഹക്കാൻ. അവര് പറയാണ്, എന്റെ നറുക്ക് വീണു, എന്റെ നറുക്ക് വീണു, ഞാൻ നബി തങ്ങളുടെ കൂടെ പോവുകയാണ്. ഗസ്വത്തുൽ മുറൈസിയ എന്ന് പറയുന്ന ബനൂ മുസ്തലിഖ് യുദ്ധം. അങ്ങനെ ഞങ്ങൾ പോയി. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ. തിരിച്ചു വരുന്ന സമയത്ത് ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റക്ക് ഒരു ഒട്ടകപ്പുറത്ത്, നബി തങ്ങൾ മറ്റൊരു ഒട്ടകപ്പുറത്ത്. അങ്ങനെയാണ് യാത്ര. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണെങ്കിലോ അവര് പറയുന്നുണ്ട്, അന്ന് എന്റെ ശരീരത്തിൽ മാംസം ഉണ്ടായിട്ടില്ല, വളരെ കനം കുറഞ്ഞവരാണ്, അന്ന് വളരെ തടി കുറവാണ്. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്നമാ യകുൽനൽ അലഖത മിനത് തആം, ഉണങ്ങിക്കടിച്ച ഭക്ഷണല്ലേ ഞങ്ങളൊന്ന് കഴിക്കുന്നുള്ളൂ. എങ്ങനെ തടി വെക്കാനാണ്? ശരീരമൊക്കെ വളരെ ചുരുങ്ങിയിട്ടുണ്ട്, മാംസമൊന്നുമില്ല, വളരെ മെലിഞ്ഞിട്ടാണ്. ഒട്ടകക്കട്ടിലാണ് ഇരുത്തുക. അപ്പൊ നബിന്റെ സ്വഹാബികൾ ഒട്ടകക്കട്ടിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകക്കട്ടിൽ അതിന്റെ മേലെ വെച്ചു കൊടുക്കുകയാണ്. എന്താണ് ആദാബ്? അതിന്റെ ഉള്ളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുമ്പോ അവര് കൊണ്ടുപോയി വെക്കുന്നു ഒട്ടകക്കട്ടിൽ. ഒന്നും സംസാരിക്കൂല. അവിടെ ആളുണ്ടോ, സലാമൊന്നും പറയില്ല. അവിടെ ഒന്നും ഒന്നൊരു വർത്തമാനമില്ല. യാത്രാ സംഘം എവിടെയെങ്കിലും വിശ്രമിക്കാൻ ഇരുന്നാൽ ഒട്ടകക്കട്ടിലെ സ്വഹാബികൾ താഴെ വെച്ചു കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. സാഡിൽ ശരിക്കൊരു ഒരു കൂടാരം പോലെ നിൽക്കുന്നു. ഭയങ്കര ഭാരം ഉണ്ടാകും. ഒട്ടകത്തിന്റെ പൂഞ്ഞിലങ്ങ് ഇറക്കി വെച്ചാൽ ഇത് മനോഹരമായിട്ട് നിൽക്കും. അതാ ഒട്ടകക്കട്ടിൽ. ഒട്ടകക്കട്ടിൽ ആയിഷ ബീവിയെക്കാളും ഡബിളിന്റെ ഡബിൾ ഭാരമുള്ള സാധനമാണ്. അതിന്റെ ഉള്ളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും അറിഞ്ഞിരുന്നില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം മദീനത്തേക്ക് മദീനയിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോ ഒന്ന് വിശ്രമിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഒന്ന് ഖലായിൽ പോയി മലമൂത്ര വിസർജനം ചെയ്തിട്ട് വരാം. രാത്രിയാണ്. അന്നൊക്കെ അവര് മരുഭൂമിയിലാണ് പോയിരുന്നത്. മണൽക്കൂനകളോ കുറ്റിക്കാടുകളൊക്കെ മറയിരുന്നിട്ടാ അവർക്ക് അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ രാത്രിയാണ് പോയി. ഞാൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്റെ ഒട്ടകക്കട്ടിലിന്റെ അടുത്തേക്ക് ഞാൻ വന്നപ്പോഴേക്കും എന്റെ നെഞ്ചിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു മാലയുണ്ട്. ജിസ്ഉ ദുഫാർ എന്നാണ് അവർ പറഞ്ഞത്. വിലപിടിപ്പുള്ള, അന്നത്തെ വിലപിടിപ്പുള്ള ഒരു മാല. സ്വർണ്ണമാല എന്നൊന്നും അതിനർത്ഥമില്ല. ജിസ്ഉ ദുഫാർ എന്നറിയപ്പെടുന്ന ഒരു മാല. ആ മാല ഞാൻ എന്റെ നെഞ്ചത്ത് തപ്പി നോക്കുമ്പോൾ മാല കാണില്ല. അപ്പൊ ഞാൻ മാല തെരഞ്ഞു പോയി. പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള തിരക്കിട്ട് ഇറങ്ങണ നേരത്തെ കുറച്ചോനെ ഞാൻ വളട്ടിട്ടില്ലല്ലോ, മഹലിട്ടിട്ടില്ലല്ലോ. ആഭരണം അവർക്ക് അലങ്കാരമാണ്, അവർക്ക് ചമൽക്കാരമാണ്, അവരത് ഇഷ്ടപ്പെടുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പെണ്ണാണ്, മഹദിയാണ്. മഹദിക്കും അപ്പൊ തോന്നി, പടച്ചോന്റെ മാല പോയല്ലോ, മാല കിട്ടണം. മാല തെരഞ്ഞു പോയി. രാത്രി ഒറ്റക്ക് പോയി. അവര് ഖലായിനെ തെരഞ്ഞ ആ സ്ഥലത്തുകൂടെ ഇങ്ങനെ പോയി തെരഞ്ഞു മാല കിട്ടി. മാല കിട്ടി ഇങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോ എല്ലാരും പോയിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ആലോചിച്ചൊക്കെ ഉംറക്ക് പോകുമ്പോ ബസ് നിർത്തി, നമ്മൾ ബാത്റൂമിൽ കുടുങ്ങി വന്നു നോക്കുമ്പോ ബസ് എന്താക്കാരവസ്ഥ. സൗദി ബോർഡറൊക്കെ കഴിഞ്ഞാലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ബേജാറ്? ഒന്നുമില്ല. ഇന്നത്തെ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ഇല്ലല്ലോ. മഹദി റളിയല്ലാഹു അൻഹു ബേജാറായി. നേരെ വന്ന ഒട്ടകക്കട്ടിലുള്ള സ്ഥലത്ത്, അത് വെക്കാറുള്ള ആ സ്ഥലത്ത് അവിടെ വന്നിരുന്നു. ആരെങ്കിലും വരികയാണെങ്കിൽ അവർ വിചാരിച്ചു ഞാൻ ഇല്ലാന്ന് കരുതി അവർ തിരിച്ചു വരുമായിരിക്കും. അപ്പൊ എന്താ സംഭവിച്ചത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മാലം തെരഞ്ഞ് നേരം വൈകി വന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോ ഫറഹലൂഹു അലാ ബഈരി അല്ലതി കുന്തു അർകബ് വഹും യഹ്സബൂന അന്നി ഫീഹി,
അവര് എന്റെ ഒട്ടകത്തിന്റെ കൂടാരം അവര് കണ്ടപ്പോ അവരത് എടുത്തിട്ട് ഒട്ടക പുറത്ത് വെച്ചു. അവര് വിചാരിച്ചു ഞാൻ അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നോക്കണം, അവിടെ ഒരു വർത്താനം നടക്കണില്ല. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉള്ളിലുണ്ട്. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹ പറയാണ്, വകാന നിസാഉ ഇദ്ദാക ഖിഫാഫ. അന്ന് പെണ്ണുങ്ങളൊന്നും തടില്ല. അന്നത്തെ അങ്ങനെയാണ് ഭക്ഷണം, അങ്ങനത്തെ ജീവിതമാണ്, കഷ്ടപ്പാടാണ്, തടിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവര് വിചാരിച്ചു ഞാൻ അതിന്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഒട്ടകക്കെട്ടിലുള്ള ഭാരമുള്ള സാധനല്ലേ. അങ്ങനെ ഞാൻ ഒറ്റക്കായി. അവര് പോയി, അള്ളാഹിന്റെ റസൂലും പോയി. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഒരുപാട് കാര്യം. അള്ളാഹിന്റെ റസൂൽ അങ്ങനെ പോകുമ്പോ യുദ്ധം കഴിഞ്ഞ്, വലിയൊരു യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു മുഹിമ്മത്ത് നടപ്പാക്കി കഴിഞ്ഞ് വരികയാണ്. അവിടെ സല്ലപിക്കാനോ വർത്താനം പറയാനൊന്നും അല്ല അള്ളാഹിന്റെ റസൂൽ കൂടെ കൊണ്ടുപോകുന്നത്. തങ്ങൾ വർത്തമാനം പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഹബീബായ നബി തങ്ങൾ അസ്ഹാബിനെ പഠിപ്പിക്കാൻ ദീനിന്റെ ഒരു സംഭവത്തിന് പോയതാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കൂല, എന്റെ ഭാര്യയല്ലേ, അവരുറപ്പന്നല്ലേ എന്ന് വർത്തമാനം പറയുമ്പോ അറിയില്ലേ? ആയിഷ എന്ന് വിളിച്ച ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ അപ്പൊ തങ്ങൾക്ക് അറിയില്ലേ കൂടാരത്തിൽ? അതൊന്നും നടക്കണില്ല. അങ്ങനെയൊക്കെ ആവശ്യമുണ്ടാകുമ്പോ വർത്താനം പറയാം, ചോദിക്കാം എന്നല്ലാതെ അങ്ങനത്തെ യുദ്ധത്തിന് പോകുന്ന യാത്രകളല്ലേ. അതൊക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം. മദീനയിലേക്ക് അവരെത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ രാത്രിയിൽ കിടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു കല്ലിലേക്ക് ചാരി എന്റെ കയ്യും കൊടുത്ത് തല താഴ്ത്തിയിരുന്നു. നല്ല ക്ഷീണുണ്ട്. ഗലബത്നി ഐനായ ഫനിംതു. ഞാൻ ഉറങ്ങി. കണ്ണു വല്ലാതെ ഉറക്കം കിട്ട് വന്നിട്ട് ഞാനവിടെ ഉറങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ ഉണരുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പറയുന്ന ഒരു ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ നോക്കുന്നത്. പടച്ചവനെ, അത് എനിക്ക് കണ്ടുപരിചയമുണ്ട്. ഹിജാബ് എന്ന അള്ളാഹുവിന്റെ നിയമം ഇറങ്ങുന്നതിന്റെ മുമ്പ് എനിക്ക് കണ്ടുപരിചയമുള്ള ഒരു സുഹാബിയാണ് സഫ്വാൻ ഇബ്നുൽ മുഅത്തിൽ അസ്സുലമി സുമ്മ ദഖ്വാനി റളിയല്ലാഹു അൻഹു. വലിയ മഹാനായ സുഹാബിയാണ്. അർമീനിയ യുദ്ധത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഷഹീദായ മഹാനാണ്. സഹാബികൾക്കോ അവരുടെ കാലക്കാർക്കോ കൂട്ടുകാർക്കോ നന്മയല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത സഹാബിയ. നല്ല ധീരനായിരുന്നു. ആ സഹാബിക്ക് ഒരു ഡ്യൂട്ടി അല്ലാഹു റസൂൽ കൊടുത്തിട്ടുണ്ട്. സൈന്യം കടന്നുപോയാൽ അതിന്റെ പിറകിൽ ഒരാൾ, ഏറ്റവും ധൈര്യമുള്ള ഒരാളായിരിക്കും വരിക. കാരണം ഒറ്റക്ക് നടക്കാൻ ധൈര്യമുള്ള ഒരാൾ, അത് ഒരാളോ രണ്ടാളോ തന്നെ നിയമിക്കും. അവരുടെ ഡ്യൂട്ടി ഈ യാത്രാസംഘം സഹാബികളൊക്കെ കടന്നുപോയാൽ, അവരുടെ ഒട്ടകപ്പുറന്ന് വല്ലതും വീണുപോയാൽ, വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, ആരെങ്കിലും വഴിയിൽ തങ്ങിപ്പോയിട്ട് ഓരൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഡ്യൂട്ടിയാണ് ഈ സഹാബിയുടെ. നല്ല ധൈര്യമുള്ള സഹാബിയ. അതുകൊണ്ട് തങ്ങൾ അവരെയാണ് ഏൽപ്പിച്ചത്. സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ചെറിയ പ്രകാശം ഇങ്ങനെ സുബഹിയായി വരികയാണ്. ആ സമയത്താണ് ഫലമ്മ അസ്ബഹ, നേരമായ സമയത്ത്, പ്രഭാതം പുലരാൻ പോകുന്ന നേരത്ത്, ഫറആ സവാദ ഇൻസാനിൻ നായിമിൻ, ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ നിഴല് സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു കണ്ടു. എന്റെ ശരീരം കണ്ടപ്പോ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നെ മനസ്സിലായി. ഹിജാബിന്റെ നിയമം വരുന്നതിന്റെ മുമ്പ് അവരെന്നെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് മനസ്സിലായി. അങ്ങനെ വന്നപ്പോ എന്നെ കണ്ടപ്പോ ഇസ്തിർജാ ചെയ്തപ്പോഴാണ് എനിക്ക് അവരെ മനസ്സിലായത്. ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പറയുന്നതിനാണ് ഇസ്തിർജാ എന്ന് പറയാ. അത് സഫ്വാൻ റളിയല്ലാഹു അൻഹു, പടച്ചോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവിയോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ, ഒരു വലിയൊരു വിഷമുണ്ടാവുമല്ലോ പറയാ. അത് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കുന്നത്. നോക്കൂ, ഫഖമ്മറതു വജ്ഹി ബിജിൽബാബി, എന്റെ ജിൽബാബ് കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചു. എന്റെ മുഖം ജിൽബാബ് കൊണ്ട് ഞാൻ മറച്ചു. വല്ലാഹി മാ കല്ലമനി കലിമ, ഒരു വാക്ക് പോലും എന്നോട് സഫ്വാൻ തങ്ങൾ സംസാരിച്ചില്ല. വലാ സമിഅതു മിൻഹു കലിമ, എന്നിൽ നിന്നൊരു വാക്ക് അവരെന്നോടോ സംസാരിച്ചില്ല. ഞങ്ങൾ ആരും ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. എന്നവർ പറഞ്ഞു. ഞാൻ ഉണർന്നു, എന്റെ മുഖം താഴ്ത്തി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകം എനിക്ക് താഴ്ത്തി തന്നു. ഞാൻ ആ ഒട്ടകത്തിന്റെ പിറകിൽ കയറി. അങ്ങനെ യാത്ര ഒന്നും പറഞ്ഞില്ല.
അപ്പോ പിന്നീട് സൈനബ് റളിയല്ലാഹു അൻഹയും ആയിഷ ബീവിയും തമ്മിൽ ചെറിയൊരു വർത്തമാനം ഉണ്ടായ സമയത്ത് അങ്ങനെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന് വഹി കൊടുത്തിട്ടാണ് എന്നെ നിക്കാഹ് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നിട്ടുണ്ട്. അങ്ങനത്തെ പെണ്ണാണ് ഞാൻ. ആയിഷ ബീവിയോട് ഒരൽപ്പമെങ്കിലും ഒപ്പം നിന്ന് മത്സരിക്കുന്ന ഒരു സ്വഭാവം സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അവരാ പുരുഷ പറയാണ്, എന്നെ കല്യാണം കഴിക്കാൻ റസൂലുള്ളാഹിക്ക് വഹി വന്നിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ എന്റെ നിരപരാധിത്വം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു എനിക്ക് വേണ്ടി 11 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. ആയിഷ ബീവി വിട്ടുകൊടുത്തില്ല. അപ്പോ അന്നിലെ ആയിഷ ബീവി ആ സമയത്ത് അപ്പൊ സംഭവം ഒരു പശ്ചാത്തലമല്ലോ. എന്തേ ആയിഷ ബീവി അന്ന് നിങ്ങൾ എന്തേപ്പാ പറഞ്ഞത്? എങ്ങനെ സുഫ്യാനന്റെ കൂടെ നിങ്ങൾ പോകുന്നത്? ആയിഷ ബീവി പറഞ്ഞു, ഇന്നാ ലില്ലാഹി. അവര് പറഞ്ഞു, ഞാനൊരു ദിക്ർ ചൊല്ലിയിട്ടാ കയറിയത്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഈ ദിക്റും ചൊല്ലിയിട്ടാ ഞാൻ കയറിയത്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു മതി, എന്റെ കാര്യം ഞാൻ അല്ലാഹനെ ഏൽപ്പിച്ചു. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് പറയാൻ പോകുന്നു കേട്ടോ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അവരുടെ നിരപരാധിത്വം ഇറങ്ങിയപ്പോ ഉമ്മു റൂമാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മ പറഞ്ഞു, മോളെ ഖൂമി ഇലാ റസൂലില്ലാഹി ഫശ്കുരി. ആയിഷ ബീവിയുടെ നിരപരാധിത്വം ആയത്തിറങ്ങിയപ്പോ ഉമ്മ പറഞ്ഞു, മോളെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് നബിയോട് നന്ദി പറയേ. ഞാൻ പറയില്ല. ഇന്നമാ അഷ്കുറുല്ലാഹ്, ഞാൻ അല്ലാഹുക്ക് നന്ദി പറയണം. അല്ലാഹുവാണ് എന്റെ നിരപരാധിത്വം ഇറക്കി തന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു മാസക്കാലത്തോളം വിഷയത്തിൽ വഹി ഇറങ്ങാത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ സംയമനം പാലിച്ച് നിർജീവാവസ്ഥയിലാണ്, ഒന്നും പറയണില്ല. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ നന്ദി, അല്ലാഹു എന്നെ കാത്തിട്ടുണ്ട്. ഇതിലൊക്കെ അവര് പറയുന്നത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹു എന്നെ സഹായിച്ചല്ലോ. ആ ദിക്ർ ഭയങ്കരമായ ദിക്റാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. എല്ലാരും പറഞ്ഞു നോക്കി, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, ഒരു ശത്രുവിന്റെ ഒരു വിഷമം, ഒരു അപകടം എന്തെങ്കിലും നമുക്ക് പ്രയാസം തോന്നുന്നുണ്ടോ, ഈ ദിക്ർ അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുക, ഒരാഫത്തും വരില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ. ഈ ദിക്റും ചൊല്ലി ആയിഷ റളിയല്ലാഹു അൻഹ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്ത് കയറി യാത്ര തിരിച്ചു. അങ്ങനെ നേരം പുലരുന്ന സമയത്ത് അവർ മദീനത്തേക്ക് എത്തുകയാണ്. ഇതങ്ങ് എത്തിയപ്പോൾ മുനാഫിക്കുകളിൽ ചില ആളുകൾ ഇത് കണ്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവരുടെ ഒട്ടകപ്പുറത്ത്, അതും രാത്രി കഴിഞ്ഞ് ഇതാ പ്രഭാതമാകുന്ന നേരത്താണ് ഈ വരുന്നത്. ആളുകൾക്ക് പറഞ്ഞുണ്ടാക്കാൻ എന്തെങ്കിലും വേണോ? അവരങ്ങ് പറഞ്ഞുണ്ടാക്കി. അവര് അപവാദം പറഞ്ഞെടുത്തു അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവ്രതയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്. ഇതൊന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവര് മദീനത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇതങ്ങോട്ട് പരക്കാൻ തുടങ്ങി. ഇത് ഒരു ദൗത്യമായി ഏറ്റെടുത്തൊരു സംഘമാണത്. അവരുടെ ഡ്യൂട്ടി ഇതാണ്, ഒരു ദൗത്യമായിട്ട് ചെയ്യാണ്. കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. സഫ്വാൻ തങ്ങളെയും അവർക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയും അവർക്കറിയാം. പക്ഷേ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാൾ മുനാഫിഖാണെന്ന് തുറന്നടിക്കാൻ പോവുകയാണ് പരിശുദ്ധ ഖുർആൻ. അതുവരെ ഒരൽപ്പം സംയമനത്തിലാ പോകുന്നത്. അല്ലാഹുക്കറിയാം, റസൂലുള്ളാഹിക്കറിയാം ഇയാൾ കപട വിശ്വാസിയാണ്. പക്ഷേ മുസ്ലിമിന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരത്തിന് വരുന്നുണ്ട്, ജമാഅത്തിന് വരുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിന്റെ ദീനിൽ മുസ്ലിമായിട്ട് തന്നെ ഗണിക്കപ്പെടും. അള്ളാഹിന്റെ കണക്കിൽ അവർ മുസ്ലിം അല്ല, ശരിയാണ്. പക്ഷേ ദുന്യാവിന്റെ നിയമത്തിൽ അവർ മുസ്ലിമാണ്. ഇങ്ങനെ ആളുകൾ പറഞ്ഞു. അത് പലരും ഏറ്റുപറയാൻ വേണ്ടി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, അവര് വന്നാസു യുഫീദൂന ഫീ ഖൗലി അഹ്ലിൽ ഇഫ്ക്, കാരിങ്ങനെ പറയാൻ തുടങ്ങി. വലാ അശ്ഉറു ബിശൈഇൻ മിൻ ദാലിക്, എനിക്കൊന്നും അറിയുന്നില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംഭവമേ അറിയില്ല കേട്ടോ. അൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത് എന്ന് അല്ലാഹു തആല ഈ വിഷയത്തിന്റെ അവസാനം പറയുന്നുണ്ട്. വളരെ ഒന്നും അറിയാതെ നടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങൾ, അവരെ പറ്റിയൊക്കെ പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അപകടമാണ്, എന്തൊരു മോശമാണ് എന്ന് അല്ലാഹു പറയാൻ പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. യാത്ര കഴിഞ്ഞു വന്നപ്പോ മദീനത്തേക്ക് എത്തിയപ്പോ അസുഖമായി. യാത്ര കഴിഞ്ഞു വരല്ലേ, അസുഖം. ഞാൻ അസുഖത്തിലാണ്. എന്റെ അടുത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ
വരുന്നുണ്ട്, എന്നോട് കളിക്കുമായിരുന്ന റസൂൽ. അങ്ങനെയാണ് അവരുമായിട്ട് കളിക്കും എന്ന് പറയാൻ അത്രയും തമാശ രൂപേണൊക്കെ സംസാരിക്കുന്ന, സന്തോഷം പറയുന്നവരാ ഹബീബായ നബി തങ്ങളും ആയിഷ ബീവിയുടെ ജീവിതം. അങ്ങനെയാണ് അല്ലെ. മസ്ജിദ് സിബാഖില്ലേ ഇന്ന് മദീനയിൽ, മസ്ജിദ് സിബാഖ്. മസ്ജിദ് സിബാഖ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഹബീബായ തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ട മത്സരം നടത്തിയ സ്ഥലം, മസ്ജിദ് സിബാഖ്. അത് ഇന്നും നമുക്ക് മദീനത്ത് ചെന്ന് കാണാൻ പറ്റും. മസ്ജിദ് സിബാഖ്, അവിടെ ചെറിയ പള്ളിയുണ്ട്. അത് നബി തങ്ങളും ആയിഷ ബീവിയും ഓട്ടമത്സരം നടത്തിയ സ്ഥലമാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരമാണ്, ആരുമില്ല. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവി നമുക്കൊന്ന് ഓടി നോക്കല്ലേ, ആ ഓടാന്ന് പറഞ്ഞു. അങ്ങനെ ഓടി ആയിഷ ബീവി റളിയല്ലാഹു തടിയില്ലല്ലോ, റസൂലുള്ളാഹി തങ്ങൾ തോറ്റു. ആയിക്കോട്ടെ, തോൽവി സമ്മതിച്ചു. കുറെ കൊല്ലം കഴിഞ്ഞിട്ട്, പിന്നെ ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നമുക്കൊന്ന് ഓടല്ലേ, നോക്കണം. തങ്ങൾക്കത് ഓർമ്മയിലുണ്ട്, ഓടല്ലേ. ഓടി. അന്ന് ആയിഷ ബീവി കുറച്ച് തടിയൊക്കെ ആയിട്ടുണ്ട്. അന്ന് ആയിഷ ബീവി തോറ്റു. ആയിഷ, അന്ന് നീ എന്നെ തോൽപ്പിച്ചില്ലേ, ഇതതിന് പകരാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ജീവിതം? നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ, ആയിഷ നിനക്ക് എന്നോട് എപ്പോഴൊക്കെ സ്നേഹം തോന്നും, നമ്മൾ തർക്കിക്കണ നേരത്ത് എപ്പോഴും സ്നേഹമുണ്ട്, പക്ഷെ തർക്കിക്കുമ്പോ തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ, ഭാര്യ-ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ പറയാണ്, ആയിഷ നിനക്ക് തർക്കത്തിൽ എന്നോട് എപ്പോഴൊക്കെ സ്നേഹത്തോടുകൂടെ സ്നേഹം തോന്നിയിട്ട് നീ തർക്കിക്കുന്നത് എപ്പോഴാ, അല്ല വല്ലാതെ ദേഷ്യം പിടിച്ചിട്ട് തർക്കിക്കുന്ന എപ്പോഴാന്നൊക്കെ എനിക്ക് ശരിക്കും അറിയും കേട്ടോ. അതെങ്ങനെ നബി നിങ്ങൾക്ക് അറിയാം? തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് എന്നോട് തർക്കിച്ച് വല്ലാതെ തർക്കം മൂത്ത് കുറച്ച് ദേഷ്യം കൂടെ ഉള്ളിൽ കടന്നാൽ നീ പറയും, അല്ലല്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, ഇബ്രാഹിം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാനിവിടെ മുമ്പിൽ ഉണ്ടാകുമ്പോ ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് നീ പോകേണ്ട ആവശ്യമില്ല. അപ്പോ എനിക്കറിയാം നിനക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്. അല്ലെങ്കിൽ നീ പറയും, മുഹമ്മദ് നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇതെനിക്കറിയാം ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അല്ലേ സെന്റിമെന്റ്സുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയണം എന്നർത്ഥം. അങ്ങനത്തെ ബീവിയുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ഒരൊറ്റ ചോദ്യം, കൈഫതീക്കും, എങ്ങനെയുണ്ട് ആയിഷ? അത്രയാണ്. കൈഫതീക്കും, അത് ആ കൊളോക്കിയൽ പ്രയോഗമാണ്. കൈഫതീക്കും, എങ്ങനെയുണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖം ഉണ്ടാവുമ്പോൾ വല്ലാതെ വന്ന് നബി തങ്ങൾ സമാധാനിപ്പിക്കുമായിരുന്നു, വല്ലാതെ സമാധാനിപ്പിക്കുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഖബർ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ആയിഷ ബീവി, നബിയേ ഖബറിൽ അദാബുണ്ടല്ലോ നബിയേ, ഖബറിൽ അദാബുണ്ട് നബിയേ, എന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിൽ എന്തെങ്കിലും വിഷമം വരുമ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ അങ്ങ് എന്റെ കൂടെ ഉണ്ടല്ലോ നബിയെ. എനിക്ക് എന്ത് പ്രയാസം വന്നാലും അങ്ങയുടെ ഒരു പുഞ്ചിരിയോ നല്ല വാക്കോ കേട്ടാൽ എന്റെ അസുഖം മാറി. പക്ഷേ ഖബറിൽ പോയി ഞാനും കടക്കണല്ലോ നബിയെ, എനിക്ക് അവിടെ ആരാണ് നബിയെ? ഖബറിന്റെ അദാബിനെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് നബിയെ എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. വഅന ഖലീലത്തുൽ ഇൽം, നബിയെ എനിക്ക് ഇൽമു കുറവല്ലേ, ഇൽമു കുറഞ്ഞ ആളല്ലേ ഞാൻ, എനിക്ക് ഖബറിൽ കിടക്കുമ്പോൾ എന്താകും നബിയെ എന്റെ അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ട് ആയിഷത്ത് റളിയല്ലാഹു അൻഹ. ചോനെ ആയിഷ ബീവിയാണോ അത് ചോദിക്കേണ്ടത്, നമ്മളാണോ ചോദിക്കേണ്ടത്? നമ്മൾ ആലോചിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർ വഫാത്താകുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തലന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷ ബീവിക്ക്, ആയിഷ ബീവി റാഹത്തോടുകൂടെ വഫാത്തായിക്കോളി, ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങളൊക്കെ അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമാണെന്ന് അല്ലാഹു വഹി ഇറക്കിയ മഹദിയാണ് നിങ്ങൾ, ധൈര്യമായിട്ട് കടന്നോളി, ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഒരു മഹദി തങ്ങളോട് അന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയെ എന്നെ ആശ്വസിപ്പിക്കുന്ന അങ്ങ് ഖബറിൽ എനിക്ക് കൂടെ ഉണ്ടാവുമോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ ആ ജീവിതം സന്തോഷാക്കി തെരുമാറാകട്ടെ. ദുനിയാവിലെ വീടിനേക്കാളും ഇവിടുത്തെ സൗകര്യത്തെക്കാളും എമ്പാടും സന്തോഷം കിട്ടുന്ന ഒരു വീടാക്കി നമ്മുടെ ഖബറുകളൊക്കെ അല്ലാഹു മാറ്റി തെരുമാറാകട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു അങ്ങനെ ആക്കി കൊടുക്കുമാറാകട്ടെ. ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലേക്ക് വരിക, അല്ലാഹുവിന്റെ റസൂല് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന, കൂടെ കളിക്കുന്ന നബി ഒരൊറ്റ ചോദ്യം, കൈഫതീക്കും, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. എനിക്ക് അപ്പൊ സംശയം തോന്നി, എന്താ ഇപ്പൊ നബി ഒന്നും പറയുന്നില്ലല്ലോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചെവിയിലും പ്രശ്നമെത്തി. തങ്ങൾക്കറിയില്ല, വഹി വന്നില്ല. അള്ളാഹുവിന് ഉടനെ ഇൻസ്റ്റന്റ്ലി അവിടെ വഹി ഇറക്കി കൊടുത്ത് അള്ളാഹുവിന്റെ റസൂലിന് ഈ വിഷയം ബോധിച്ചു കൊടുക്കാൻ അള്ളാഹ്ക്കറിയില്ലേ? അള്ളാഹ്ക്ക് കഴിയൂലേ? കഴിയും. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന് വഹി വരുന്നില്ല, കാര്യങ്ങൾ അറിയുന്നില്ല. അംബിയാഇന്റെ വിഷയം അങ്ങനെയാണ്.
അംബിയാഇന് അല്ലാഹു തആല ഗൈബ് അറിയിച്ചു കൊടുക്കും. ചില വിഷയങ്ങൾ അല്ലാഹു തആല ഹിഫ്ള് ചെയ്തു വെക്കും, കുറച്ച് കഴിഞ്ഞിട്ട് അറിയിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ അംബിയാഇന്റെ വിഷയത്തിൽ അങ്ങനെയുണ്ട്. അംബിയാക്കന്മാരുടെ ചരിത്രത്തെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഗഹേ ബർതാർ പേ അലാ നശീനം, ഗഹേ ബർതാർ പേ അലാ നശീനം, ഗഹേ ബർ പുഷ്ത് പായേ ഖുദ് നബീനം. ഒരു പേർഷ്യൻ കവി യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സംഭവം പറയുന്നത്. യൂസുഫ് അലൈഹിസ്സലാം വീടിന്റെ ഒരൽപ്പം ഏതാനും വാരകൾക്കകലെ പൊട്ടക്കിണറ്റിൽ സ്വന്തം ബ്രദേഴ്സ്, അവരുടെ സഹോദരന്മാർ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ആ കിണറ്റിന്റെ ഉള്ളിൽ യൂസുഫ് അലൈഹിസ്സലാം കിടക്കുന്നുണ്ട്. വീണപ്പോ ജിബി അലൈഹിസ്സലാം അവിടുത്തെ ചിറക് കൊണ്ട് താങ്ങിക്കൊടുത്തു. ഒരു സോഫ്റ്റ് ലാൻഡിങ്, വിഷമൊന്നും ഉണ്ടായിട്ടില്ല. ആ കിടക്കുന്ന യൂസുഫ് നബി തൊട്ടടുത്തുണ്ട് എന്ന വിവരം യാക്കൂബ് അലൈഹിസ്സലാമിന് വഹി കിട്ടിയില്ല. യാക്കൂബ് നബി അറിഞ്ഞോ? അത് ഇല്ല. അവര് പറഞ്ഞു ചെന്നായി തിന്നു. യാക്കൂബ് നബി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് അല്ലാഹ്ക്കറിയാം, ഞാൻ വിശ്വസിക്കണില്ല. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖമീസ് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുകയാണ് കനാനിലേക്ക്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാം കാലങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി വാപ്പാന്റെ കണ്ണൊക്കെ കാഴ്ച പോയിട്ടുണ്ട് കരഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോ, അല്ലേ എന്റെ ഖമീസ് കൊണ്ടുപോയിക്കോളി, ഈ ഖമീസ് എന്റെ ഉപ്പാന്റെ കണ്ണിന്റെ മുഖത്തങ്ങോട്ട് വെച്ചു കൊടുത്താൽ എന്റെ ഉപ്പാക്ക് കണ്ണല്ലാഹു തിരിച്ചു കൊടുക്കുമെന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ ഖമീസുമായി ഈജിപ്തിൽ നിന്ന് ആള് പുറപ്പെട്ടപ്പോ യാക്കൂബ് നബി ഇവിടെ പറഞ്ഞു, ഇന്നി ലഅജിദു റീഹ യൂസുഫ്, യൂസുഫ് നബിന്റെ വാസനയ്ക്ക് വരുന്നുണ്ടല്ലോ. മക്കൾ, വാപ്പ നിങ്ങളെ പിച്ചും വിത്തും ഇപ്പോഴും നിന്നിട്ടില്ലേ? യൂസുഫ് എന്നോ മരിച്ചുപോയില്ലേ? ഇപ്പൊ യൂസുഫിന് എപ്പോ വർഷങ്ങൾക്ക് ശേഷം ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് യാക്കൂബ് അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്, ഗഹേ ബർതാർ ഫേ അലാ നശീനം. അത് കവി പേർഷ്യൻ കവിതയിൽ പറയാണ്, ഞങ്ങൾ അമ്പിയാക്കന്മാർ ചിലപ്പോ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന പോലെയാണ്. എല്ലാം കാണും, എല്ലാം നടക്കുന്നത് ഇങ്ങനെ കാണാം. എത്രയും ഉയരത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗഹേ ബർ പുഷ്ത് പായേ ഖുദ് നബീനം, സ്വന്തം കാലിന്റെ താഴെ കിടക്കുന്ന ചില സംഗതി ചിലപ്പോൾ ഞങ്ങൾക്ക് അള്ളാഹു മറച്ചു വെച്ചു തരും. അതിന് അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ടാകും, അള്ളാഹുവിന്റെ ചില രഹസ്യങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി വരുന്നില്ല. അങ്ങനെ ഞാൻ വിഷമത്തിലായി, നബി തങ്ങൾ എന്തേ എന്നോട് സംസാരിക്കാത്തത്, എന്തേ തങ്ങളൊന്നും പറയാത്തത്? അങ്ങനെ വിഷമിച്ചിരുന്നു ഞങ്ങൾ. എന്റെ അസുഖം കൂടിക്കൊണ്ടിരുന്നു. ആയിഷ ബീവി പറയാണ്, അങ്ങനെ എന്റെ കൂടെ എനിക്ക് ഖലാഇലേക്ക് പോകേണ്ട അവസ്ഥ വന്നപ്പോ ഉമ്മ മിസ്തഹ് റളിയല്ലാഹു അൻഹ, മിസ്തഹ് എന്നവരുടെ ഉമ്മ, മിസ്തഹ് എന്ന സുഹാബി ബദരിയാണ്, ബദറിൽ സംബന്ധിച്ച സുഹാബിയാണ്. ആ സുഹാബിയുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടുമായി അടുത്ത ബന്ധമുള്ള ഒരു മഹദിയാണ്. അവര് വന്നു. അങ്ങനെ ആയിഷ ബീവിയുടെ കൈയും പിടിച്ച് ആയിഷ ബീവിയെ ഖലാഇന്റെ ആവശ്യത്തിന്, മലമൂത്ര വിസർജനത്തിന് കുറച്ച് ദൂരത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ പോകുന്ന ആ പോയി തിരിച്ചു വരുന്ന വരവിൽ ഉമ്മ മിസ്തഹ് എന്നവരുടെ ഉമ്മ ആയിഷ ബീവിയുടെ കൂടെയുള്ള ആ മഹദിയുടെ കാല് ഒന്നിങ്ങോട്ട് വഴുതിപ്പോയി. കാല് വഴുതിയപ്പോ അവരറബികളുടെ ജീവിത ശൈലിയിൽ പ്രയോഗത്തിൽ വരുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു തൈസ മിസ്തഹ്, മിസ്തഹ് നശിക്കട്ടെ എന്നാണ് പറഞ്ഞു. ഉമ്മ മകന്റെ പേര് വെച്ചിട്ട് അങ്ങനെ മിസ്തഹ് നശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നിങ്ങൾ മിസ്തഹ് എന്നവരുടെ ഉമ്മയാണ്, പക്ഷേ എന്തൊരു മോശമായ വാക്കാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. ബദറിൽ സംബന്ധിച്ച ഒരു സുഹാബിയെ നിങ്ങൾ ചീത്ത പറയുകയാണോ? ബദരീങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ സുഹാബികൾ എങ്ങനെ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കിയതെന്ന് ഈ ഹദീസ് സഹായിക്കും. ആയിഷ ബീവി പറയാ, ബദരിയായ ഒരു സുഹാബി നിങ്ങളുടെ മകനാണെങ്കിൽ പോലും അവര് ബദരിയായ സുഹാബിയല്ലേ? അങ്ങനത്തെ ഒരു സുഹാബിക്ക് നാശം വരട്ടെ എന്ന് ഉമ്മയായ നിങ്ങൾ പറയാൻ പാടുണ്ടോ? അപ്പോഴാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹ പറയുന്നത്, ആയിഷ ബീവി, ഞാനത് പറഞ്ഞു പോയത് മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങളെ സംബന്ധിച്ച് മുനാഫിക്കുകൾ പലതും പറഞ്ഞ കൂട്ടത്തിൽ എന്റെ മകൻ മിസ്തഹും ചിലത് പറഞ്ഞു പോയിട്ടുണ്ട്. അതെനിക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് ആയിഷ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, എന്നെ പറ്റിയോ എന്തേ പറഞ്ഞത്, എന്താണ് പ്രശ്നം? അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രശ്നം അറിയുന്നത്. അപ്പൊ മഹദി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നല്ലോ സഫ്വാൻ എന്നവരുടെ കൂടെ, അതിനെപ്പറ്റി മുനാഫിക്കുകൾ ഇതിനൊക്കെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കവിടെ പനി വന്നിട്ട്
ശരീരം കെട്ട് വിറക്കാൻ തുടങ്ങിയിട്ട് എനിക്കാകെ വിഷമായി. ഞാൻ പടച്ചോനെ, എന്റെ ഹബീബായ നബി തങ്ങൾ അതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അത്തഅ്ദനു ലീ അൻ ആതിയ അബവയ്യ, ഞാൻ എന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും അടുത്തേക്ക് പോയിക്കോട്ടെ നബിയെ, എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ സമ്മതം തരുമോ? പെണ്ണങ്ങനെ ഇറങ്ങിപ്പോകരുത് എന്നർത്ഥം, സമ്മതം ചോദിക്കണം. എനിക്ക് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ വീട്ടിലേക്ക് പോട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പയാണ് അല്ലേ, ഞാൻ എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോട്ടെ നബിയെ, അങ്ങേക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൊയ്ക്കോളി എന്ന് പറയുന്നു. തങ്ങൾ സമ്മതം കൊടുത്തു. ഫഅദിന ലി റസൂലുള്ളാഹ്, പൊയ്ക്കോളി ആയിഷ, പൊയ്ക്കോളി എന്ന് പറയുന്നു. അശ്ബീറുല്ലാഹിനെ ഉദ്ദേശിച്ചത് വീട്ടിൽ പോയി കിടക്കാനല്ല, ഉമ്മാനോട് ചോദിക്കണം എന്താ അതിന്റെ നിജസ്ഥിതി. അങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ ഉമ്മയോടാണ്, പെൺകുട്ടികളെ പ്രത്യേകം, ഉമ്മമാര് പെൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മമാരോട് വളരെ പെൺകുട്ടികൾക്ക് ഫ്രാങ്ക് ആയിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് ചില വിഷയങ്ങളൊക്കെ വരുമ്പോ, പല വിഷയങ്ങളും പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മസാല പറഞ്ഞെടുക്കണമെങ്കിൽ ഉമ്മയും മകളും അങ്ങനെ ഒരു ബന്ധത്തിൽ, അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകണം. ഉമ്മയോട് ചോദിച്ചാൽ മതി എന്നാവണം. അങ്ങനെയാണ്, അപ്പോഴേ മസാല പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. നിക്കാഹിന്റെ വിവരം വരുമ്പോ, കല്യാണത്തിന്റെ സമയമാകുമ്പോ പല വിഷയങ്ങളും മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഉമ്മയെ മക്കൾ സമീപിക്കണം. അതാണ് ശരീഅത്തിന്റെ രീതി. അത് കൂട്ടുകാരികളോട് ചോദിച്ചാൽ കൂട്ടുകാരികൾക്ക് അറിയില്ല, കാരണം അവരുടെ ഉമ്മമാർ അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ ലലാലത്ത് വരും, പ്രശ്നം വരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയോട് പോയി ചോദിക്കാം എന്താണ് വിഷയം. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തി, എന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തി. ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മത്താ, എന്റെ ഉമ്മ, മാ യതഹദ്ദസു الناس ബി, എന്താണ് ഉമ്മ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണുമ്മ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാൻ. അപ്പൊ ഉമ്മ പറഞ്ഞു, ഉമ്മ റുമാൻ എന്നവർ പറഞ്ഞു, ഫഖാലത്, ഐ ബുനയ്യ, എന്റെ കുഞ്ഞുമോളെ, എന്റെ കുഞ്ഞുമോളെ, ഹൗവിനി അലൈക്കി, മോളതൊന്നൊരു വിഷയമാക്കി എടുക്കണ്ട പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞോ, ഭർത്താവ് ഉണ്ടിടില്ലേ, എന്നാ പിന്നെ നമുക്കൊന്ന് കാണണം. ഇതൊന്നും അല്ല, ഹൗവിനി അലൈക്കി, മോളത് വിഷമിക്കല്ലേ, മോളത് വിഷമാക്കണ്ട. എന്നിട്ട് ഉമ്മ ഒരു കാര്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം പറഞ്ഞു കൊടുക്കുകയാണ്. ഫവല്ലാഹി, അല്ലാഹുവെ തന്നെയാണ് സത്യം മോളെ, ലഖല്ലമാ കാനത് ഇംറഅത്തുൻ ഖത്തു, ഏതൊരു പെണ്ണിനും വരുന്ന സംഗതിയാണിത്. വദീഅ, നല്ല മുഖ സൗന്ദര്യമുള്ള ഒരു പെണ്ണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വെളുത്തവരായിരുന്നു പറഞ്ഞ ഹംറാ എന്ന് പറയാം. ചുവന്നവൾ എന്നാണ് അറബിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പറയുന്ന വാക്ക്. ചുവന്നവൾ, ഹംറാ, യാ ഹുമൈറ, ചുവന്ന കൊച്ചുപെണ്ണെ എന്ന് നബി തങ്ങൾ ആയിഷ ബീവി വിളിക്കുമായിരുന്നു. ഹുമൈറ, ചുവന്ന കൊച്ചുപെണ്ണെ. ചുവന്നത് വെളുത്തവളെ എന്ന് പറയാൻ പൂരില്ലായിട്ടല്ല, പക്ഷേ ബൈളാ, വെളുത്തവളെ എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്ന ആ വാക്ക് വെള്ളപ്പാണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് അവർ പറയാം. അപ്പം അത് കേൾക്കാൻ സുഖം. അതുകൊണ്ടാണ് ചെമന്നവളെ എന്ന് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ഭംഗിയായിരുന്നു. അജ്മലുൻ നിസായി, അല്ലാഹുവിന്റെ റസൂൽ തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള മഹദിയാണ്. വെളുപ്പും ചുവപ്പും കലർന്നവരായിരുന്നു അവർ. ഉമ്മ പറയാണ്, മോളെ, അത് വാപ്പയുടെ ഉമ്മയെക്കാളും സൗന്ദര്യമുള്ള മകളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. വദീഅ, നല്ല മുഖ സൗന്ദര്യമുള്ള ഒരു പെണ്ണല്ലേ മോള്. ഇൻദ റജുലിൻ യുഹിബ്ബുഹാ, ഒരു ഭർത്താവിന്റെ അടുത്ത്, നിന്റെ ഭർത്താവാണെങ്കിലോ മോളെ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നന്നായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന്റെ അടുത്ത് സുന്ദരിയായി കഴിയുന്ന മോള്. വലഹാ ദറായിറു, മോൾക്കാണെങ്കിലോ മറ്റു സഹഭാര്യമാർ, കൂടെയുള്ള ഭാര്യമാർ, ഭർത്താവിന്റെ മറ്റും ഭാര്യമാരുണ്ടായിരിക്കെ, മോൾ അവരിൽ ഏറ്റവും സുന്ദരിയായിരിക്കെ, മോളോട് ഭർത്താവിന് നല്ല സ്നേഹമുണ്ടായിരിക്കെ, ഇല്ല അക്തർനാലേഹ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറച്ചിലുണ്ടാകും മോളെ, മോള് വിഷമിക്കണ്ട. മോള് നല്ല സൗന്ദര്യമുള്ളവളാണ്, റസൂലുള്ളാഹിക്ക് മോളോട് ഇഷ്ടാണ്, മോളുടെ കൂടെ ഭർത്താവിന്റെ മറ്റു ഭാര്യമാരുമുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വരും മോളെ, അതുകൊണ്ട് ഒന്നും പറയല്ലേ. ഖാലത്ത്, അവര് പറഞ്ഞു, ഫഖുൽതു, ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അവഖദ് തഹദ്ദസ അന്നാസു ബിഹാദാ, അത്ഭുതപ്പെടാൻ, സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ ഇതൊക്കെ പറഞ്ഞോ. ചോനെ, ഇതൊക്കെ ചിന്തിക്കുമ്പോ ആയിഷ ബീവിന്റെ വയസ്സ് എത്രയാ ചിന്തിക്കണം. എത്രയാ? 16-17 വയസ്സാണ്. 16-17 വയസ്സ്, അതിന്റെ താഴെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് ഈ തന്റെ ഇടം കാണിക്കുന്നത് എന്ന് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, അവ തഹദ്ദസ അന്നാസു ബിഹാദാ, ജനങ്ങൾ അതൊക്കെ ഏറ്റു പറഞ്ഞോ.
അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രായത്തിനേക്കാളും വലിയ പക്വതയുമുള്ള മഹദിയായിരുന്നുവെന്ന് മഹാന്മാർ പറയാൻ കാരണം അതാണ്. കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ജനങ്ങളിത് പറഞ്ഞോ. ആ രാത്രിയിൽ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു, നേരം വെളുക്കണവരെ കരഞ്ഞു. എന്റെ കണ്ണിനീര് നിൽക്കണില്ല, കരഞ്ഞിട്ട് കരച്ചിൽ നിൽക്കാൻ പറ്റണില്ല. ഉറക്കം കൊണ്ട് സുറുമ എഴുതാനും കഴിയുന്നില്ല. ആ വാക്കിന്റെ പ്രയോഗമാണത്. ഉറക്കം കൊണ്ട് കണ്ണിൽ സുറുമ എഴുതുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നർത്ഥം. എനിക്ക് ഉറക്കം വരുന്നില്ല, കണ്ണിനീര് നിൽക്കുന്നുമില്ല. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് മശ്വറ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വിവരം വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വഹാബികളിൽ 2 സ്വഹാബികളെ ഇഷ്ടപ്പെട്ട 2 പേർ, ഒന്ന് സ്വന്തം മരുമകൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹിബ്ബ് റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ മെഹബൂബ് എന്നറിയപ്പെടുന്ന സ്വഹാബിയുണ്ട്, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു അലി രണ്ടാലും വിളിച്ചു നിബിതങ്ങൾ മശ്വറ ചെയ്യാൻ. ഞാനിപ്പോ എന്ത് ചെയ്യണം നോക്കണം, എടുത്തു ചാടുന്നില്ല. നിബിതങ്ങൾ മശ്വറ ചെയ്യാൻ. നമ്മുടെ സ്വന്തം ജീവിതത്തിലാണ് ഇത് വരുന്നത് എന്ന് കണക്കാക്കിയിട്ട് വേണം ഈ ചരിത്രം അപഗ്രഥനം ചെയ്യാൻ. നമുക്കിന്നത് പൂർത്തിയാക്കാൻ കഴിയില്ല, ചരിത്രഭാഗം തുറന്നുകൊണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇന്നത്തെ കുടുംബജീവിതങ്ങളിലെ പ്രശ്നങ്ങളാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2 സ്വഹാബികൾ 2 തരത്തിൽ മറുപടി കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ. അങ്ങനെയാണ് ആൾക്കാർ ചെയ്യാം. ആൾക്കാർ എന്തിന് 2 അഭിപ്രായം പറയില്ലേ? എന്തിന് 2 അഭിപ്രായം ഉണ്ടാവും? ഉമ്മാനാണ് തല്ലിയൊക്കട്ട മകൻ, ഒരു കൂട്ടർ പറയും മോശമായില്ലേ, ഉമ്മാനല്ലേ ഇപ്പൊ തച്ചത്, എന്തായാലും. ഒരു കൂട്ടർ പറയും ആജാതി ഉമ്മയാണതേ, കിട്ടുന്ന ഉറപ്പാണ്, ഞാൻ പണ്ടേ വിചാരിച്ചതാണ്. ഇങ്ങനെയും പറയും ആൾക്കാർ രണ്ടും പറയും. മനുഷ്യൻ അതുകൊണ്ടാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിലേക്ക് വലിയ വിഷയതാണല്ലോ. തൊള്ളത്തല്ലിൽ ഒരു ജയിക്കാന്നല്ലാതെ ഹക്കും ബാത്തിലൊന്നല്ലല്ലോ ജയിക്കുക, പറഞ്ഞിട്ടാണ് ഷെയറാക്കുക. അങ്ങനെയാണ്. അത് ആദ്യം പറഞ്ഞത് മറക്കും, പിന്നെ തിരുത്തൂല്ല, പിന്നെ അതിന് കയറി പിടിച്ച് മറ്റൊന്ന് പറയും. ഹക്കും ബാത്തിലും ജനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. അത് അള്ളാഹു എന്നെ ഇറക്കി തരണതിന്റെ തെളിവാത്. ജനങ്ങൾ തീരുമാനം എടുക്കാൻ കഴിയില്ല, ജനങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അത് അള്ളാഹുവിന്. അതുകൊണ്ട് അള്ളാഹു ദീൻ ഇറക്കി തന്നത്. നിങ്ങളാരും കൂടിയിരുന്ന് പാസ്സാക്കിയാലും ദീനിന്റെ അഹ്കാം ആവൂല. അതിന് ആകാശ ലോകം ഭൂമിയിലേക്ക് ഇടപെടണം. ഇതിനാണ് ഖുർആൻ, ഇതിനാണ് സുന്നത്ത്, ഇതിനാണ് വഹീ, ഇതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലദീ യഅലമു മിൻ ബറാഅതി അഹ്ലിക. പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കുടുംബത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയുമല്ലോ, അങ്ങയുടെ ഭാര്യമാരെ കുറിച്ച് ഞങ്ങൾക്കറിയുമല്ലോ നബിയെ. അതുകൊണ്ട് നബിയെ, എന്റെ അഭിപ്രായം ഹും അഹ്ലുക, അത് അങ്ങയുടെ അഹ്ലാണ്. അങ്ങയുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കാനുള്ള ഭാഗ്യം കിട്ടിയ മഹതിമാരല്ലയോ അവിടുത്തെ ഭാര്യമാർ? അവിടുത്തെ പരിശുദ്ധമായ ശരീരവുമായി അടുത്ത് കിടക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല അവിടുത്തെ ഭാര്യമാർ. വഹിയിറങ്ങുന്ന ഹബീബായ നബിയെ, അങ്ങയുടെ ജീവിതത്തിന്റെ സ്വകാര്യതകൾ പങ്കുവച്ചവരല്ലേ അങ്ങയുടെ കുടുംബം? അവര് മോശക്കാരാകുമോ നബിയെ? അവരല്ലാഹു അങ്ങേക്ക് മോശക്കാരാക്കുമോ നബിയെ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ലാ നഅലമു ഇല്ലാ ഖൈറാ, അങ്ങയുടെ കുടുംബത്തെ സംബന്ധിച്ച് ഖൈറല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല നബിയെ. പറ നബിയെ, ഒന്നുമില്ലട്ടോ, ഖൈറല്ലേ. ഭർത്താവ് ന്യൂട്രലായിട്ട് നിൽക്കാണ് ഇവിടെ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ മക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും മകന് നല്ല പ്രശ്നങ്ങൾ കൊണ്ടിട്ടുള്ളൂ, നിന്റെ മകനെ പറ്റി പറയാൻ നീ ആരാ? ഇതല്ല ചോദിക്കേണ്ടത്. ആ പറഞ്ഞ സംഗതി ശരിയാണോ അല്ലേ എന്ന് നോക്കണം. ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണ്ട് ഭാര്യ കുറ്റം പറയേ. ഇതല്ല, ന്യൂട്രലായിട്ട് നിൽക്കി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. എവിടെയാണ് സത്യം, എവിടെയാണ് അസത്യം. എടുത്തു ചാടല്ലേ. തങ്ങളോട് പറയാൻ നബിയെ, ഇതാണ് എനിക്ക് മനസ്സിലായത്. അലി റളിയല്ലാഹു അൻഹു മറ്റൊരു ചിന്താഗതി, ഇജ്തിഹാദുകളാണ്. അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ വിഷയം ചിന്തിക്കുന്നുള്ളൂ, റസൂലുള്ളാഹിക്ക് വിഷമം വരരുത്. വേറെ ആർക്ക് വിഷമം വന്നാലും പ്രശ്നമല്ല, റസൂലുള്ളാഹിക്ക് സങ്കടപ്പെടുന്ന ഒരു വിഷയം വേണ്ട. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്. ഇത് പെണ്ണുങ്ങൾ കേട്ടാൽ ദേഷ്യപ്പെടും. അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലേ,
ലം യുദയ്യിഖില്ലാഹു അലൈക, അല്ലാഹു നബിയെ ഇടങ്ങേറാക്കിയിട്ടില്ലല്ലോ നബിയെ, അങ്ങേക്ക് എന്തിനാണ് പ്രയാസപ്പെടേണ്ട ആവശ്യം? വന്നിസാഉ സിവാഹാ കസീർ, ആയിഷ ബീവി അല്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ വേറെയുമുണ്ടല്ലോ നബിയെ, നിങ്ങൾക്ക് വിവാഹം ചെയ്തൂടെ? ആയിഷ ബീവിനെ വിട്ടോളി. അങ്ങനെ വിഷമുണ്ടെങ്കിൽ അങ്ങ് എന്തിനാ വിഷമിക്കണത്? അങ്ങേക്ക് അല്ലാഹു വിഷമം വെച്ചിട്ടില്ലല്ലോ നബിയെ, ആയിഷ ബീവി അല്ലാത്ത പെണ്ണുങ്ങളും വേറെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാമല്ലോ. ഇങ്ങനെ രണ്ട് മറുപടിയുമായി നബി തങ്ങൾ നിൽക്കുകയാണ്. അപ്പോ നിനക്ക് വന്നപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഇൻ തസ്അലിൽ ജാരിയത തസ്ദുഖുൽ ഖബർ, എന്റെ അഭിപ്രായം ഇതാണ് നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട, ഒരുപാട് പെണ്ണുങ്ങൾ വേറല്ലേ, അല്ലാഹു അങ്ങേക്ക് കല്യാണം കഴിക്കാൻ തരൂലേ, അങ്ങ്